ബി.ജെ.പി. മുഖ്യമന്ത്രിക്ക് വിലങ്ങ് വെച്ച് സുപ്രീം കോടതി. രാജ്യം കേൾക്കാൻ കൊതിച്ചൊരു വാർത്ത കൂടിയാണിത്. എന്തായാലും ഇത്തരത്തിലുള്ള സുപ്രീം കോടതിയുടെ നീക്കം മോദിയുടെ ഇരട്ട എഞ്ചിൻ സർക്കാരിനെ തകർത്ത് കളയും. ഒരു ഓഡിയോ ക്ലിപ്പാണിപ്പോൾ ബി.ജെ.പിയുടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് കൈവിലങ്ങും ജയിലറയും നൽകാൻ പോകുന്നത്. എന്നാൽ സംസ്ഥാനത്ത് ജനങ്ങളെ കൊന്നൊടുക്കുന്നതിനിടയിൽ സമാധാനം സൃഷ്ടിക്കേണ്ട മുഖ്യമന്ത്രി അതിന് വിപരീതമായിട്ട് പെരുമാറിയോ എന്നാണിപ്പോൾ സുപ്രീം കോടതി കിണഞ്ഞന്വേഷിക്കുന്നത്. വിഷയം മണിപ്പൂർ തന്നെയാണ്. അതെ, മോദി തിരിഞ്ഞു നോക്കാത്ത മണിപ്പൂർ, രാഹുൽ ഓടിപ്പാഞ്ഞെത്തിയ മണിപ്പൂർ, അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് പോലും തട്ടിക്കൊണ്ടുപോയി കൊന്നൊടുക്കുന്ന മണിപ്പൂർ. ഇവിടെ രാജിവെക്കില്ലെന്ന് ഉറപ്പിച്ച് കലാപത്തെ ആളിക്കത്തിക്കുന്ന മുഖ്യമന്ത്രി ഇത്തവണ സുപ്രീം കോടതിക്ക് മുന്നിൽ വീണടിയുമെന്ന് ഉറപ്പാണ്. അതിന് കാരണം സംസ്ഥാനത്ത് വംശീയ കലാപം പ്രോത്സാഹിപ്പിക്കുന്നതിൽ മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗിന് പങ്കുണ്ടെന്ന് ആരോപിക്കുന്ന ഓഡിയോ ടാപ്പുകളിൽ സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയുടെ റിപ്പോർട്ട് ഹാജരാക്കണമെന്ന് സുപ്രീം കോടതിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ജസ്റ്റിസ് സഞ്ജയ് കുമാറും അടങ്ങുന്ന രണ്ടംഗ ബെഞ്ചാണ് റിപ്പോർട്ട് തേടിയത്. ആരോപണ വിധേയമായ ടേപ്പുകളിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് കുക്കി ഓർഗനൈസേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ട്രസ്റ്റ് നൽകിയ റിട്ട് ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി അന്വേഷണം ആവശ്യപ്പെട്ടത്. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന രാജ്യത്തെ ഏക സമ്പൂർണ്ണ സ്വതന്ത്ര ഫോറൻസിക് സയൻസ് ലാബായ ട്രൂത്ത് ലാബ്സ് ആണ് ഓഡിയോ ക്ലിപ്പുകൾ പരിശോധിക്കുന്നതെന്ന് കുക്കി സംഘടനയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷണം പറയുന്നുണ്ട്. ക്ലിപ്പുകളിലെ ശബ്ദം ബിരേൻ സിംഗിന്റെ ശബ്ദവുമായി 93% പൊരുത്തപ്പെടുന്നതായി ലാബ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടച്ചിട്ട മുറിക്കുള്ളിലാണ് മീറ്റിംഗ് നടത്തുന്നതെന്നും അവിടെയുള്ള റെക്കോർഡിംഗ് ആണ് ലഭിച്ചത് എന്നും ഭൂഷൺ കോടതിയെ അറിയിച്ചു. അതിൽ മെയ്തി സമുദായത്തിന് അറസ്റ്റിൽ നിന്ന് സംരക്ഷണം ഉറപ്പു നൽകിയതായും സംസ്ഥാനത്തിന്റെ ആയുധ ശേഖരണത്തിൽ നിന്ന് ആയുധങ്ങൾ മോഷ്ടിക്കാൻ അവരെ അനുവദിച്ചതായും മുഖ്യമന്ത്രി പറയുന്നതും കേൾക്കാം. ഓഡിയോ ക്ലിപ്പുകൾ പരിശോധിക്കുന്ന ഏതൊരു സർക്കാർ ഏജൻസിയെക്കാളും ട്രൂത്ത് ലാബ്സ് റിപ്പോർട്ട് വിശ്വസനീയമാണെന്ന് അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. 2024 നവംബറിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ DY ചന്ദ്രചൂഡ്, ജസ്റ്റിസുമാരായ JB പർദിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ച് ഓഡിയോ ക്ലിപ്പുകളുടെ ആധികാരികത തെളിയിക്കുന്ന വസ്തുതകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെ കുക്കീസ് സംഘടന ട്രൂത്ത് ലാബ് റിപ്പോർട്ട് സമർപ്പിക്കുകയായിരുന്നു. 2023 ഔദ്യോഗിക ഗോത്ര പദവി നൽകണമെന്ന മെയ്തി വിഭാഗത്തിന്റെ ആവശ്യത്തിനെതിരെ കുക്കി വിഭാഗം പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. മണിപ്പൂരിലെ ഭൂരിപക്ഷമായ മെയ്തേയി വിഭാഗത്തെ പട്ടികവർഗമായി അംഗീകരിക്കുന്നത് തങ്ങളുടെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നു കയറ്റമാകുമെന്ന് ആശങ്കപ്പെട്ടിരുന്ന കുക്കികൾ ഇതിനെതിരെ പ്രതിഷേധിക്കാൻ തുടങ്ങി. പിന്നാലെ അത് വർഗീയ കലാപമായി മാറുകയും ഭരണകൂടം ഇതിനെതിരെ മൗനം പാലിക്കുകയും ചെയ്തെടുത്താണ് സുപ്രീം കോടതി ബി.ജെ.പി. മുഖ്യമന്ത്രിക്ക് വിലങ്ങ് വെക്കാനൊരുങ്ങുന്നത്.